2015 ആൾട്ടോ 800 LXi AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. 2010 ആൾട്ടോ LXi പുതിയ പേപ്പർ, ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം 30 പേരുണ്ടോ? 2030 വരെ പേപ്പറുണ്ട്. 30 പേരുണ്ട്. 2013 വാഗണർ VXi സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ. 2004 മാരുതി 800 MBFI AC വണ്ടി. 2030 വരെ പേപ്പറുണ്ട്. 2013 സ്വിഫ്റ്റ് ഡിസയർ ZDI നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 100%. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഭാഗത്ത് LMS ജംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള കല്ലമ്പലം യൂസ്ഡ് കാസിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരുപാട് വണ്ടികൾ എല്ലാ സമയവും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു 10-30 വണ്ടി വീതം കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ചെറുതും വലുതുമായ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാവുന്നത്, ഉപയോഗിക്കാവുന്നതുമായ നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യം മറക്കരുത്. കോട്ടയം മുതൽ മലപ്പുറം വരെയുള്ള ഏതെങ്കിലുമൊക്കെ ഷോപ്പുകാർക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഷോപ്പിൻ്റെ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവരുടേതായ രീതിയിൽ അവർ ആ കടയുടെ പേരും സ്ഥലപ്പേരും എനിക്കൊന്ന് മെൻഷൻ ചെയ്യുക. മീൻസ് കമൻസ് ആയിട്ട് ഇട്ട് തരിക. കാരണം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ നിങ്ങളിതിന് അത്തരത്തിലുള്ള ഉപകാരങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. 2006 ആൾട്ടോ LX AC മാത്രം വരുന്ന ടൈപ്പാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 80. വണ്ടി നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ഇല്ല. ഇൻഷുറൻസ് ഈ മാസം തീരും. നമുക്ക് പുതിയ ഇൻഷുറൻസും എടുത്ത് 69 രൂപയ്ക്ക് കൊടുക്കാം. 69. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കളർ ഫേഡോ കാര്യങ്ങളൊന്നും വന്നില്ല. ആ രീതിയിൽ വണ്ടി അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ അടുത്ത വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. 2010 സ്വിഫ്റ്റ് VDI. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. 1,20,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ചെയ്യാനൊക്കെയോ? എല്ലാം മാറിയിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കുഴപ്പമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോസ് ആണ്. ചോദ്യം എത്ര? ഇത് നമുക്ക് 2,15 കൊടുക്കാം. 2,15. വില പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മുതലാളി. പുതിയ വണ്ടികൾക്കൊക്കെ വില പറയാണ്. അതായിക്കോട്ടെ, നമ്മളിത് കടുംപിടുത്തമൊന്നും പിടിക്കുന്നില്ല. നമ്മൾ ചെറിയ ഇപ്പം ടെസ്റ്റിന് പോകുമ്പോഴത്തേക്ക് അറിയാമല്ലോ എത്ര രൂപ ആവുമെന്ന്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. വണ്ടി ഇത് നിങ്ങൾ നോക്ക്, എല്ലാം ഫുള്ള് ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്തിട്ടൊക്കെയാണ്. കസ്റ്റമറിനെ എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. എന്നാലും വില എങ്ങനെയാ? വില പറയൂ. ഞാൻ പറഞ്ഞതിന് ശേഷമുള്ള വില പറയൂ. ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്ന ജനങ്ങളാണ് ഇത് കാണുന്നത്. ആയിക്കോട്ടെ, വന്ന് വണ്ടി നോക്കിയിട്ട് അവർ വില പറയട്ടെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നാലും ഒരു വില പറ. 2,10 ലാസ്റ്റ് കൊടുക്കാം. 2,10. 2015 ആൾട്ടോ 800 LXi AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർ. കിലോമീറ്റർ ഒക്കെ എന്താ ഓടി? 98,000 കിലോമീറ്റർ മാത്രമേ ഓടി. സെഞ്ചുറിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയാണ്. ഇത്ര ഓടിയെങ്കിലും വണ്ടിക്കകമൊക്കെ കണ്ടിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 2,15 കൊടുക്കാം. എന്തെങ്കിലും പറയത്തക്ക അപാകത? 80 ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ? അപാകതയില്ല. 2010 ആൾട്ടോ LXi പുതിയ പേപ്പർ, ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം 30 പേരുണ്ടോ? 2030 വരെ പേപ്പറുണ്ട്. 30 പേരുണ്ട്. ഓക്കെ. 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ ഒക്കെ ജെന്യുവിനാണേ. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ടെസ്റ്റ് കഴിയും കൂടി ചെയ്തുകൊണ്ട് തന്നെ വണ്ടി വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1,20 ലാസ്റ്റ് കൊടുക്കാം. 1,20. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. ഈ റീപെയിന്റ് അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ടോ? ഈ ടെസ്റ്റിന് വേണ്ടി ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. പെയിന്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല.
2004 മാരുതി 800 MBFI AC വണ്ടി. 2030 വരെ പേപ്പറുണ്ട്. നല്ല ടയേഴ്സ് കിടക്കുന്നു. AC ഒക്കെ വർക്ക് ചെയ്യൂ? AC വർക്കിംഗ് അല്ല. അല്ല വർക്ക് ചെയ്യിപ്പിച്ച് കൊടുക്കൂ. പണി കൊടുക്കൂ. നടക്കാൻ വയ്യ, അത് കൊണ്ടുപോകണവർ നോക്കട്ടെ, നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റൊക്കെ നല്ല കൂടിയ സീറ്റ് അടിച്ചേക്കുന്നു. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. വണ്ടി കാണാൻ ഒരു വൃത്തി മനയൊക്കെ ഉണ്ട്. പിന്നെ പുറം നോക്കണ്ട, പുറം മഴ പെയ്യുന്നതിൻ്റെയും പൊടി കിടക്കുന്നതിൻ്റെതായ അഴുക്കുണ്ട്. അത് സർവീസ് ചെയ്താലേ കൊടുക്കുള്ളൂ. സർവീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സും കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പുതിയ ഇൻഷുറൻസും എടുത്ത് നമുക്ക് 57 രൂപയ്ക്ക് കൊടുക്കാം. 57 MBFI അല്ലേ? MBFI. വണ്ടി കാണാൻ വലിയ തെറ്റൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ എഴുതുന്നുണ്ട്. പെയിൻറ്റിൻ്റെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിലൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. 2011 ആൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. പുത്തൻ ടയറാണോ? ടയേഴ്സ് കൊള്ളാം. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 79,000. 79. വണ്ടി കാണാൻ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ബാക്ക് ടയറും അത്യാവശ്യം നല്ല ടയറുണ്ട്. സിംഗിൾ ഓണറാ? സെക്കൻഡ്. വണ്ടിക്കൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് 2.15 കൊടുക്കാം. 2.15. വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അകമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്, റാം റെസ്റ്റ് ഉണ്ട്. കൊള്ളാം. എന്ന് വരെ പേപ്പർ ഉണ്ട് ഇതിൻ്റെ? 26 വരെ, അതായത് അടുത്ത വർഷം. ആദ്യമാണോ അവസാനം വരെ? ആദ്യം വരും. 2011 ലാസ്റ്റ് ഒമിനി. പെട്രോൾ മാത്രമാണ്. പെട്രോൾ. എന്ത് ഓടിയിട്ടുണ്ട്? 90 കിലോമീറ്റർ. മൊത്തം അഴുക്ക് പിടിച്ച് കിടക്കുകയാണല്ലോ. ഈ പൊടിയായിട്ട് അത് വാഷ് സർവീസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു വൃത്തിക്കുറവ് അത് കാണിക്കുന്നു, അതാ ഞാൻ ചോദിച്ചു. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണേ? അതെ. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല. വണ്ടിക്കകം സീറ്റ് കവർ ചെറുതായിട്ട് കയറിയിരിക്കുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ സർവീസ് ചെയ്ത് വൃത്തിയാക്കുമ്പോൾ വൃത്തിയാവുന്ന രീതിയിലുള്ള അഴുക്കേ ഉള്ളൂ. പൊടി കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്, അതായത് വേറെ പ്രശ്നമൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 1.25 കൊടുക്കാം. 1.25. ടയേഴ്സ് അത്യാവശ്യമുണ്ട്. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ? 2026 10 മാസം വരെ ഉണ്ട്. ലാസ്റ്റ് വരെ ഉണ്ട്. 2012 സാൻഡ്രോ സിഗ്നൽ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. 78,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. 1.30 കൊടുക്കാം. 1.30? ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, വില ഇടുമ്പോൾ ആ ഒരു സംഗതി കസ്റ്റമർ വന്ന് നോക്കട്ടെ, അവർ നോക്കി അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. കൊള്ളാം, വണ്ടിക്ക് ആകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. 1.30. ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ? എല്ലാം 2027 വരെ പേപ്പറുണ്ട്. പുതിയ ഇൻഷുറൻസ്. 13 i20 സ്പോർട്സ് ഡീസലാണേ. ഡീസൽ. കിലോമീറ്റർ എന്തോടി? 86,000. സിംഗിൾ ഓണറാ? ഓണർഷിപ്പ് തേർഡ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഇത് 86. ഓക്കെ, ജെന്യൂൻ കിലോമീറ്റർ ആണോ? മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? 20 മൈല് കിട്ടും. 2 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 2.5 രൂപയ്ക്ക് കൊടുക്കാം. 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ 2 മേലിലോട്ടും ഫിനാൻസ് കയറും. ഓക്കെ, ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്. ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് മുകളിൽ. വേറെ കാണത്തക്ക അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? 50. ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. സിവിലൊക്കെ നോക്കിയിട്ട് 10-30 രൂപ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങാൻ പറ്റും. ഓക്കെ, അടുത്ത. ഇത് 2010 ആൾട്ടോ LXi. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. പുതിയ പേപ്പർ. സെക്കൻഡ് ഓണർ. 85,000 കിലോമീറ്റർ. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 1.25. 1.25. ബോഡി ബേസ് വേറെ വൃത്തികളൊന്നും കാണുന്നില്ല, ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. വേറെ ചണക്കോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല.
ടയേഴ്സ് ഒരുവിധ ആവറേജ് ടയേഴ്സും കാര്യങ്ങളും കിടപ്പുണ്ട്. 2013 സ്വിഫ്റ്റ് ഡിസയർ ZDI. നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 100%. ആ, 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറങ്ങാൻ പറ്റുന്ന വണ്ടിയാണ്. എന്തോ ഓടി? ഇത് 1.5 ഡീസലല്ലേ? ഡീസൽ. അപ്പം ടൈമിംഗ് ചെയിനൊക്കെയോ? എല്ലാം മാറിയിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല വൃത്തിയാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡ് ആണെങ്കിൽ വൃത്തിക്കൊന്നും കുഴപ്പമില്ല. നൈസായിട്ടുണ്ട്. ഫോളോ പവറിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. അലോയ് വീല്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 3,30,000 രൂപയ്ക്ക് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. 2013 ബൊലേറോ ZLX 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇൻഷുറൻസ് പുതിയത്. ഓക്കെ, സീറ്റ് കവർ എല്ലാം അടിച്ചിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർ. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇതുകൊണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നും കുഴപ്പമില്ല. ടോപ്പൊക്കെ തന്നെ അതിന് നല്ല നീറ്റായിട്ട് ഇപ്പോണ്ട്. എത്ര ചോദ്യം? എത്രയാണ്? 4,500 കൊടുക്കാം. 3.5 ലോൺ ചെയ്ത് കൊടുക്കാം. മൈലേജ് എന്താണ്? 15-16. ബാക്ക് 2 ടയർ പുത്തൻ പുതിയ ടയറാണ്. സ്റ്റെപ്പിനി അത്യാവശ്യം കൊള്ളാം. വൃത്തികേടൊന്നുമില്ല. വൃത്തിയായിട്ടാണ് ഇരിക്കുകയാണ്. വേറെ പറയത്തക്ക റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. 2007 ഇന്നോവ G4 ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 6-7 കൊണ്ടായി. 6-7 ആയി. കറക്റ്റ് അറിയത്തില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 2.5. ജെനുവിൻ ആണോ? ഇതൊക്കെ അറിയാൻ വയ്യ. ഇത്രയും പഴക്കമുള്ള വണ്ടിയില്ലേ. ഇത് ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരള. സീറ്റ് കവേഴ്സ് രീതിയിലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അതൊക്കെ കൊള്ളാം. അതൊന്നും വൃത്തിയോടൊന്നുമില്ല. വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓരോ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് കൊള്ളാം. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല. ഓരോ വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? നമുക്ക് 3.60 ലാസ്റ്റ് കൊടുക്കാം. 3.60. ലാസ്റ്റ് പ്രൈസ് ആണോ അത്? 2013 എൻജോയ് ഡീസൽ AC പവർ സ്റ്റീരിംഗ് 4 ഡോർ പവർ വിൻഡോ സെൻട്രൽ AC ഉള്ള വണ്ടിയാണ്. 20 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 1.15 ഓട്ടം. അത് നല്ലൊരു കാര്യമാണ്. ടൈമിംഗ് ചെയിനൊക്കെയോ? അതെല്ലാം മാറിയിട്ടുണ്ട്. സീറ്റ് അവരൊക്കെ കുറച്ച് കീറിയിരിപ്പുണ്ട്. പഴമയുടേതായ രീതിയിലുള്ളതാണ്. നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1 രൂപ ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഓക്കെ, ചോദ്യം എത്രയാ? 2 രൂപ. 2 രൂപയ്ക്ക് അത്യാവശ്യം വലിയൊരു വണ്ടി. ഓക്കെ, റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ടയേഴ്സൊക്കെ ഇച്ചിരി മോശമാണ്. ടയേഴ്സ് അത്രയ്ക്കും നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. ടയർ 2 കുറവാണ്. ബാക്കി 2 കുഴപ്പമില്ല. 2018 സിയാസ് പെട്രോള് 34,000 കിലോമീറ്റർ. തേർഡ് ഓണർ. 34,000 ഓടിയിട്ടുള്ളൂ. 34,000. കമ്പനി സർവീസ്, ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എല്ലാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും ബാക്ക് ആക്സിഡൻ്റ് ഒക്കെ വരുന്ന മോഡലാണ്. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് എന്തെങ്കിലും? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 5.5 കൊടുക്കാം. 5.5. 2012 ആൾട്ടോ K10 VXi. ഓണർഷിപ്പ് എത്രയാ? 4ാമത്തെ ഓണർ. 80,000 കിലോമീറ്റർ. ഓക്കെ, വണ്ടിക്കകമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ കുഴപ്പമില്ല. ഈ റീപ്ലേസ് ഇല്ലെന്ന് പറയുന്നത് ഉള്ളതാണേ. റീപ്ലേസ് ഉള്ള വണ്ടികളൊക്കെ പിന്നെ എവിടെ പോയി? മേജർ ആക്സിഡൻ്റ് ഉള്ള വണ്ടി എടുക്കൂല. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 1.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5. ഏകദേശം 1.30 ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 20,000 രൂപ ഇറങ്ങാം. 2013 ആൾട്ടോ K10 VXi സിംഗിൾ ഓണർ. 75,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ? ജെനുവിൻ സിംഗിൾ ഓണർ. ടൂഡ് പവർ വിൻഡോ,
വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം നല്ല നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ടാകുന്ന കുഴപ്പമില്ല. ടയേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. 180. മൊത്തം പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് മറ്റ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. എല്ലാ വണ്ടിയും പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തിടും. എല്ലാം ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടേക്കാണ്. 2014 ആൾട്ടോ K10 VXi, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഒന്നുമില്ല. ഇതുവരെ റീപ്ലേസ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ഒരു ചെറിയ ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദ്യം? 2,20,000 രൂപ. 2 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 2 രൂപ ലോൺ ആകുമ്പോൾ 2,20,000 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. അത് ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ ഈ പറയുന്നത് 2 രൂപ. എന്തെങ്കിലും കുറയ്ക്കൂലേ? കുറച്ചല്ലേ ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും എന്തെങ്കിലും കുറച്ച് കൊടുക്കും. നമ്മൾ കടമ്പിടുത്തോ വാശിയൊന്നുമില്ല. 2013 വാഗണർ VXi, സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. 2013 അല്ലേ? അതെ. ഇത്ര ഓടിയോളാം. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് 2,70,000 രൂപയ്ക്ക് കൊടുക്കാം. 2,70,000. 2,15 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 2020 ആൾട്ടോ 800 LXi ഓപ്ഷനിൽ എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. 4 ടയർ പുതിയത്. പുത്തൻ ടയർ. സീറ്റ് കവേഴ്സായിട്ട് ചെയ്തില്ല, പക്ഷെ വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. കൊള്ളാം. ഈ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. റീപ്ലേസ് ഉണ്ടാകുന്നല്ലേ? ഞാൻ ചോദിച്ചു തളർന്ന്, ഞാൻ ഇത്തവണ വിട്ടതാ. അപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് വേറെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. വണ്ടി കൊള്ളാം. ആ ഒരു ഡോറിൻ്റെ പ്രശ്നം ഒഴിച്ചാൽ വണ്ടി ഒരുവിധം കൊള്ളാവുന്നൊരു വണ്ടി. എത്ര ചോദിക്കുന്നത്? 2,90,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ടയേഴ്സ് എല്ലാം നല്ല പുത്തൻ, ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ഓൺ കിട്ടും. 2012 സ്വിഫ്റ്റ് LDI, സെക്കൻഡ് ഓണർ, 1.5 ഓട്ടം, 4 ടയർ പുതിയ ടയർ അടക്കം. ഇൻഷുറൻസ് പുതിയത്. പേപ്പറൊക്കെ 2027 വരെ പേപ്പറുണ്ട്. 27 വരെ ഉണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തില്ല, പക്ഷെ വണ്ടിക്ക് കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും കൊള്ളാം. ഡോർ പാഡൊക്കെ നോക്കുമ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. സ്ക്രാച്ചോ തുരുമ്പോ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ടയേഴ്സ് പുതിയെന്ന് പറഞ്ഞു. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഉണ്ട്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ബോണ്ട് ബമ്പർ അങ്ങനെ എന്തെങ്കിലും? ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് ഉണ്ട്. 2,35 കൊടുക്കാം. 2,000 രൂപ ലോൺ കയറും. അപ്പോൾ ഫുൾ ലോൺ കയറുമോ വണ്ടി? നോക്കാം. ഏകദേശം ഫുൾ ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇത് 2010 ഇപ്പം പുതിയ പേപ്പർ i10. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ, 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയായിട്ട് പോകണം. 4 പവർ വിൻഡോസാണ്. സീറ്റ് കവറൊക്കെ കൊള്ളാം. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. എത്ര ചോദ്യം? ഇത് 1,50,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 150. പുതിയ പേപ്പറാണ്. വലിയ സ്ക്രാച്ച് ഇല്ല, ചെറിയ പൊടിക്ക് കാണുന്നതേ ഉള്ളൂ, അല്ലാതെ വലിയ സ്ക്രാച്ച് ഒന്നുമില്ല. അല്ല, അത് ചെറിയ 1-2 ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. 2013 സ്വിഫ്റ്റ് VDI, ഡീസലാണല്ലേ? ഡീസൽ. എന്തോ ഓടിയിട്ടുണ്ട്? 180 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആകുമ്പോൾ എന്തായാലും ടൈമിംഗ് ചെയ്യാനൊക്കെ മാറി കാണുമല്ലോ. ഓടിക്കാൻ നല്ല പക്ക വണ്ടി. വണ്ടിക്കകമൊക്കെ വൃത്തിയാണ്, ഒന്നും കുഴപ്പമില്ല. ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ചേക്കുന്ന സംഭവം നമുക്ക് വെളിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? കൂളിംഗ് ഏത്? അതൊക്കെ 50% കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. നല്ല ബ്ലാക്ക്. വെയിലത്തിടന്ന 2 ദിവസം കഴിയുമ്പോൾ അത് 40% ആവും. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,80,000 രൂപയ്ക്ക് കൊടുക്കാം. 2,80,000. ടയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഏകദേശം 2.5 ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2.5 ലോൺ ഉണ്ടെങ്കിൽ ഇറക്കാം. 2008 ഇന്നോവ G4
2028 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാ? 5ാമത്തെ ഓണർ. 5. ഇത് ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള. ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് അകം നല്ല വൃത്തി തന്നെയാണ്. ഇതിൽ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ്സോ? ക്വാർട്ടർ ഗ്ലാസ്. ഫ്രണ്ട് ഗ്ലാസ് അല്ല, ക്വാർട്ടർ ഗ്ലാസ് മാറിയിട്ടുണ്ട്. വലിയ വണ്ടിയാണ്. വേറെ എല്ലാ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? എത്ര ഇത് ലാസ്റ്റ് 3.5 രൂപയാണെങ്കിൽ കൊടുക്കാം. 3.5. ഓരോ വണ്ടിയുടെ ബോഡിയൊക്കെ കണ്ടിട്ട് കൊള്ളാം. നല്ല ബോഡിയൊക്കെ കൊള്ളാം. നല്ല ടയർ കുറവാണ്. ഇത് നമുക്ക് ലോൺ കിട്ടുമോ? ലോൺ കിട്ടുമോ? ലോൺ ഒരു 2 രൂപ ലോൺ കിട്ടും. 2012 വെൻഡോ ഡീസൽ. എന്തോ ഓടിയിട്ടുണ്ട്? 1,00,000 കിലോമീറ്റർ തികച്ച്. 1.5 അങ്ങണ്ടായി. കമ്പനി സർവീസ് ആണോ? ഓടിക്കാനല്ല നല്ല വണ്ടി. ഈ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ആൻഡ്രോയിഡ് ഒക്കെ വെച്ചാണ്? രണ്ടാഴ്ച ചെയ്ത നല്ല ക്വാളിറ്റി, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറുകളൊക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. എത്ര ചോദ്യം? 2.60 കൊടുക്കാം. പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കാം. നല്ലൊരു അലൈൻമെൻറ്റ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഓരോ വണ്ടി കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് കിടക്കാണ്. ബോഡിയൊക്കെ കൊള്ളാം. നല്ല സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 2012 ഡിസംബർ. ഒറിജിനൽ കേരള. BMW 320D. ഓണർഷിപ്പ് എത്രയാണ്? 3ാമത്തെ ഓണർ. 3? 1.13 ഓട്ടം. ഓക്കെ. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. അതെ. മേജർ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. മേളിൽ പ്രൂഫൊന്നുമില്ല, അങ്ങനത്തെ മോഡലൊന്നുമല്ല. എത്ര ചോദ്യം? എത്രയാ? ഇത് 8.5 രൂപയ്ക്ക് കൊടുക്കാം. 8.5. ഇത് ഇറങ്ങിയപ്പോൾ എന്ത് വില കാണും? ഇനിയിപ്പോൾ നല്ല വില ഉണ്ട്. നല്ല വിലയുള്ള വണ്ടിയാണ്, അത് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു 60-70 ഉണ്ടായിരുന്നു. ആ റേഞ്ച് വരും. ഇതിന് പേപ്പറൊക്കെ ഉണ്ട്. പേപ്പറെല്ലാം നല്ലൊരു കറണ്ടാണ്. ഉണ്ട്. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഇതൊക്കെ ലോൺ എനിക്ക് തോന്നുന്ന ഒരു 4 രൂപ 5 രൂപ ലോൺ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള ഇഷ്ടം പോലെ വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 55,000 57,000 തൊട്ട് 69 ആ റേഞ്ചിനൊക്കെ തൊട്ട് മേളിലോട്ട് കിടക്കുന്ന ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു കണ്ടിട്ട്. പിന്നെ നിങ്ങൾ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കിനെ കൂടി കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് എടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ കൂടി ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.